നമസ്കാരം. ആരോഗ്യ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യം പരിപാടിയിൽ എലിപ്പനിയെക്കുറിച്ച് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് പേരാവൂർ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശിവരാമകൃഷ്ണൻ മറുപടി നൽകുന്നു. എലിപ്പനിയെക്കുറിച്ച് മാത്രമുള്ള ചോദ്യങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകും. ദയവായി പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മറ്റ് സംശയങ്ങൾ, മറ്റ് രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ദയവായി ഉപേക്ഷിക്കുക. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമ്മൾ ഇന്നത്തെ ആരോഗ്യം പരിപാടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്ന വിഷയം വളരെ കാലിക പ്രസക്തമായൊരു സംഗതിയാണ്, എലിപ്പനി. ഇന്ന് മാധ്യമങ്ങളിൽ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന വാർത്തകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എലിപ്പനി പടരുന്നു. വളരെ ആശങ്കാകുലരാണ് ജനങ്ങൾ, പ്രത്യേകിച്ച് ചില ജില്ലകളിൽ. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളിൽ ഒന്ന്, മലപ്പുറത്തെ DMOയെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അടുത്ത ദിവസങ്ങളിൽ 10-30ഓളം പേർ, അനൗദ്യോഗികമായ കണക്കാണെങ്കിൽ പോലും, എലിപ്പനി ബാധിച്ച് കേരളത്തിൽ മരിക്കാനിടയായിട്ടുണ്ട്. അടുത്ത കാലത്താണ് നമ്മൾ എലിപ്പനി കൊണ്ട് ജനങ്ങൾ മരിക്കുന്നു എന്നുള്ളൊരവസ്ഥ, സ്ഥിതിവിശേഷം സംജാതമായത്. അപ്പോൾ വളരെ കാലിക പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വളരെ വിശദമായി തന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്ന ഒരു പക്ഷേ ജനങ്ങൾ ഒരു പരിധിവരെ ബോധവാന്മാരാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാർക്ക് എലിപ്പനിയെക്കുറിച്ച് അറിയാനുണ്ടാവും. പ്രേക്ഷകർക്ക് സ്വാഭാവികമായി ഇത്തരത്തിലുള്ള എലിപ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകുന്നതാണ്. അപ്പോൾ ആദ്യമായി ഡോക്ടർ ചോദിക്കട്ടെ, എന്താ ഈ എലിപ്പനി എന്ന് പറയുന്ന സംഗതി എന്താണ്? പലതരം പനിയുണ്ടല്ലോ, അതിലൊന്നാണ്. എലിപ്പനി എന്ന് പറയുന്നത് ഒരു സൈസ് ബാക്ടീരിയ കൊണ്ടുവരുന്ന ഒരു രോഗമാണ്. അതെ, ബാക്ടീരിയ എന്ന് പറയുന്ന രോഗാണുക്കൾ പലതുമുണ്ടല്ലോ, പലതരം ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, ഇങ്ങനെ പല തരത്തിലുണ്ട്. അതിൽ ബാക്ടീരിയ, ഇതൊരു സ്പൈറോകീറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട് ലെപ്റ്റോസ്പൈറ എന്ന ഇനത്തിൽപ്പെട്ട് ഒരു സൈസ് ബാക്ടീരിയ കൊണ്ടാണ് വരുന്നത്. നമുക്കത് അതിൻ്റെ ഒരു ഫോട്ടോ ഒരു പക്ഷേ ഇവിടെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു പടം, ബാക്ടീരിയയുടെ പടം. ഇതൊരു വളരെ സ്പൈറൽ ഷേപ്ഡായിട്ട്, അതായത് വന്നിട്ട് ഒരു സ്പ്രിങ്ങിന്റെ ആകൃതിയിലുള്ള, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ എലിപ്പനി പടർത്തുന്ന ബാക്ടീരിയയുടെ മൈക്രോസ്കോപ്പിക് ചിത്രമായിരിക്കും. ഒരു ബാക്ടീരിയയുടെ അല്ല, കുറെ ബാക്ടീരിയയുടെ പടമാണ്. ഒന്നിന്റെ അല്ല, അതെ, ആ തരത്തിൽപ്പെട്ട ബാക്ടീരിയ ക്ലസ്റ്റർ, അതിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഒരു കൂട്ടം ബാക്ടീരിയ. അപ്പൊ നമ്മൾ കണ്ടതാണ് എലിപ്പനി പടർത്തുന്ന ബാക്ടീരിയ. ഈ ബാക്ടീരിയ എങ്ങനെയാണത്, ഇത് ഏത് തരത്തിലാണ് ഈ രോഗം ബാധിക്കുന്നത് പറയാം? ഇത് നമ്മൾ എലിപ്പനി എന്ന് പറയുമ്പോൾ തന്നെ എലി അവിടെ ഉണ്ടല്ലോ, എലിയുണ്ട്. അപ്പൊ എലിയാണ് ഏറ്റവും കൂടുതൽ ഈ അസുഖം പരത്തുന്ന ഒരു ജന്തു. മാത്രമല്ല നമുക്കൊരു കോൾ തുടക്കത്തിൽ തന്നെ ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാം. ഹലോ, ആരാണ്? താറ്റിയാടൻ ജയൻ സംസാരിച്ചോളൂ ഡോക്ടറോട്. ഞങ്ങളെ വീട്ടിൽ എലിശല്യം അല്ലാണ്ട് ഇതില് കാഷ്ടം കൊണ്ട് ഇതിലുള്ള ഞങ്ങൾ ഈ ഭക്ഷണ പദാർത്ഥത്തിൽ വീണ് കഴിഞ്ഞാലോ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? കാഷ്ടം വീഴുന്നു എന്നുള്ളതല്ല കാര്യം. കാഷ്ടം വീഴുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എലിയുടെ സാന്ദ്രത ഇവിടെ ഉണ്ടല്ലോ. എലി തീർച്ചയായിട്ടും ഭക്ഷണ സാധനങ്ങളിൽ അത് ഭക്ഷണം കഴിക്കുന്ന കൂടാതെ മൂത്രം ഒഴിക്കുകയും ചെയ്യാം, മൂത്രം ഒഴിച്ചെന്ന് വരാം. അപ്പോൾ എലിയുടെ മൂത്രത്തിലാണ് ഈ രോഗാണുക്കൾ ധാരാളം ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എലിയുടെ കാഷ്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എലിയുടെ പ്രസൻസ് അവിടെ ഉണ്ട്, സാമീപ്യമുണ്ട്. അത് വളരെ സാമീപ്യമുണ്ട്, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എലിപ്പനി തീർച്ചയായിട്ടും നമ്മൾ വളരെ കെയർഫുൾ ആകേണ്ട ഒരു സിറ്റുവേഷനാണ്. ഹോമിയോപ്പതിയില്ല നിങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും എലിപ്പനിക്ക് പ്രതിരോധ മരുന്ന് ഈ നിമിഷം വരെ ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇതൊരു പകർച്ചവ്യാധിയുടെ സ്വഭാവമായിട്ടില്ല. ഇൻഡിവിജ്വൽ ഡിസീസ്, അതായത് ഇപ്പോൾ കൊട്ടിയൂരിലെ ഒരാൾക്ക് അസുഖം വന്നെന്ന് വെക്കാം, കേരളത്തിലൊരാൾ, കണ്ണൂരിലെ ഒരാൾ, അങ്ങനെ വരുമ്പോൾ ഇത് എപ്പിഡമിക് എന്ന് പറയാൻ പറ്റില്ല. എപ്പിഡമിക് എന്ന് പറയുമ്പോൾ ഒരേ തരത്തിലുള്ള ലക്ഷണങ്ങളോടുകൂടിയുള്ള അസുഖം ഒരുപാട് ആളുകൾക്ക് ഒരു സ്ഥലത്ത് ഒറ്റ ലക്ഷണങ്ങളോടുകൂടി ഉണ്ടാകുന്ന ഒരുപാട് ആളുകളെ അഫക്റ്റ് ചെയ്യുന്ന ഇതാണ് എപ്പിഡമിക് എന്ന് പറയുക. അതേസമയം സ്പൊറാഡിക് എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ അസുഖം ഒരുപാട് ആളുകൾക്ക് അങ്ങിങ്ങായിട്ട് പല പല സ്ഥലങ്ങളിൽ ഏതാണ്ട് ഒത്ത ലക്ഷണങ്ങളോടുകൂടി ഉണ്ടാകുന്നത് സ്പൊറാഡിക് എന്ന് പറയും. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻഡിവിജ്വൽ ഡിസീസിലാണ് നമുക്ക് പെടുത്താൻ പറ്റുക. ഇതൊരു പകർച്ചവ്യാധിയുടെ ഇപ്പോൾ ചിക്കുൻ ഗുനിയൊക്കെ അന്ന് പറന്നു പിടിച്ചതുപോലെ
അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഒരേ സ്ഥലത്ത് അങ്ങനെ വരുന്നത് അല്ലാത്തത് കൊണ്ട് അതിനൊരു മരുന്ന് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഒരു ഡിലേ വന്നിട്ടുണ്ട്. പ്രതിരോധ മരുന്ന് അത് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാളും തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു ഡിലേ വന്നിട്ടുണ്ട്. അതോ സാറേ നമ്മൾ പ്രതിരോധമായിട്ടൊന്നും നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാം, പരിസരം ശുചീകരണം അങ്ങനെ പ്രതിരോധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വന്നിട്ട് മറ്റുള്ള രീതിയിലുള്ള പ്രതിരോധമാണ് ഏറ്റവും വളരെ ഫലപ്രദമായിട്ട്. സ്വാഭാവികമായും നമ്മൾ ആവശ്യത്തിലേക്ക് തീർച്ചയായും വരും. നന്ദി ജയൻ വിളിച്ചതിന്. ഓക്കെ, ഈ ഡോക്ടറെ പറയാമോ, ഈ ഇതിന് എത്രമാത്രം ഗ്രാവിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്? ഈ നമുക്ക് കേരളത്തിൽ ഈ രോഗത്തിന് എത്രമാത്രം ഗ്രാവിറ്റി വന്നിട്ടുണ്ട്, എത്രമാത്രം നമ്മൾ ഇതിനെ ഭയപ്പെടണം? തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ വളരെയധികം പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എല്ലാവരും ഉള്ളത്. അത്രത്തോളം ഒരു പാനിക് ഭീതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയാലും ഒരു 80% ആളുകൾക്ക് അത് അസുഖത്തിൻ്റെ ആദ്യത്തെ 1-2 ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ പനി, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു അബോർട്ടീവ് ടൈപ്പായിട്ട് വന്നു പോകാറുണ്ട്. അപ്പോൾ 80% ആളുകൾക്ക് ഈ അസുഖത്തിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം തന്നെ അങ്ങനെ പകുതിയോടുകൂടി അത് അങ്ങനെ മാറിപ്പോകണം. നമ്മുടെ പ്രതിരോധ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും അതിന് മുഖേന ബോഡി തന്നെ അതിന് എതിർത്ത് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് 80%. അപ്പോൾ അത് എത്രത്തോളം ഇതിനെ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള 20% കേസുകളിൽ അതിന് തക്ക രീതിയിൽ ആദ്യമേ നമ്മളൊന്ന് രോഗനിർണയം നടത്താൻ വൈകുമ്പോൾ, രോഗനിർണയം വളരെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം. രോഗനിർണയം നടത്താൻ വൈകുന്ന സമയത്ത് അത് ഒരു പക്ഷേ മറ്റുള്ള രണ്ടാമത്തെ ഫേസ്, ആദ്യഘട്ടം എന്നുള്ളത് ആദ്യഘട്ടം കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ ഒരു ചെറിയൊരു റിലാപ്സ് വന്നതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ പുറപ്പെടും. അതിലാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുക. അതിലും നല്ല തക്കതായ രീതിയിലൊക്കെ നല്ല ഹയർ സെൻ്ററുകളിലുള്ള ചികിത്സകൾ തേടുന്ന മുറയ്ക്ക് അതൊരു നല്ലൊരു ശതമാനം ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടും. അതിൽ 5% ആളുകൾക്ക് കോംപ്ലിക്കേഷൻസ് വളരെ ഗുരുതരമാകുകയും ഒരു 2-3% ആളുകൾക്ക് മരണം സംഭവിച്ചേക്കാം. ചുരുക്കത്തിൽ 80% പേർക്കും ഭയപ്പെടാത്തൊരവസ്ഥയിലേക്ക് രോഗം താനെ മാറിക്കൊള്ളും. 20% പേർക്ക് ഇത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. അതിൽ 5% പേർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. മറ്റൊരു കോളും കൂടി നമുക്കുണ്ട്. ഹലോ, ആരാണ്? പറഞ്ഞോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മഞ്ഞപ്പിത്തമായിട്ട് വന്നായിരുന്നേ. അപ്പൊ ഞാൻ ഈ കല്ലേരി മുറക്ക് നാടൻ ചികിത്സ നടത്തുന്നത്. ഇപ്പൊ 2 പ്രാവശ്യം 3 പ്രാവശ്യമായി അവിടുന്ന് ഇപ്പൊ മരുന്നിട്ടിക്കല ചെയ്യുന്നത്. അപ്പൊ ഞാൻ മിഞ്ഞാന്ന് പോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ മഞ്ഞപ്പിത്തത്തിൽ കുറവൊന്നും കണ്ടില്ലാന്നാ പറഞ്ഞത്. ഇനി 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിനി അവിടെ തന്നെ പോയാല ഇംഗ്ലീഷ് മരുന്നിട്ടുള്ള. അത് നല്ല ചോദ്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സംശയം, ഇത് നമുക്ക് ഈ എലിപ്പനി, മഞ്ഞപ്പിത്തത്തോടുകൂടിയുള്ള എലിപ്പനി 10% വേണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വന്നിട്ടുള്ള എലിപ്പനി ആയിരിക്കണമെന്നില്ല. അത് എലിപ്പനിക്ക് വളരെ പ്രധാനപ്പെട്ട ലക്ഷണം മഞ്ഞപ്പിത്തത്തെ ലക്ഷണങ്ങളാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ 10%. ബാക്കിയുള്ള 90% എലിപ്പനി കേസുകളിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാറില്ല. അതിനാണ് അനിക്ടറിക്, ഇക്ടറിക് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് എലിപ്പനിയുടെ ലക്ഷണം എന്ന് പറയുമ്പോൾ അതിൻ്റെ വല്ലാതെ നല്ല പെട്ടെന്ന് വിറയലോടുകൂടി കാരണമില്ലാതെ ഉണ്ടാകുന്ന ഒരു പനി, കൂടാതെ നെറ്റിത്തടത്ത് കടുത്ത വേദന, അസഹ്യമായിട്ടുള്ള പേശി വേദന, പ്രത്യേകിച്ച് ഇടുപ്പിലും അതുപോലെ വന്ന് തുടയിലും പേശികൾക്ക് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാകുക, കൂടാതെ വന്നിട്ട് മനം പുരട്ടൽ, ഛർദി, 104 ഡിഗ്രി പനി ഉണ്ടാകും, നല്ല പനി ഉണ്ടാകും. പനിയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള പനിയാണ്, അല്ലാതെ വിട്ടുവിട്ട് വരുന്ന. ഇപ്പോൾ ജലദോഷപ്പനിയൊക്കെ ഇപ്പോൾ അധികം കാണുന്നത് ഇപ്പോൾ ജലദോഷപ്പനിയൊക്കെയാണ്, അതായത് സാധാരണ കോമൺ കോൾഡായിട്ട് വരുന്നത്. അതുപോലെ പനി രാത്രി ഉണ്ടാകും, പകൽ കുറയും, അങ്ങനെയല്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പനിയായിരിക്കും. പിന്നെ ദേഹത്തിലെ ചുവന്ന നിറത്തിലെ കുത്തുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ വരുമ്പോൾ മഞ്ഞപ്പിത്തം ലക്ഷണങ്ങൾ പിന്നെ വരും. മൂത്രം കടും കളറിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മഞ്ഞപ്പിത്തത്തോടു കൂടി വരികയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ വരും. ഇതൊക്കെ നിങ്ങൾക്കുണ്ടോ? അതാണ് എൻ്റെ ഇപ്പോൾ ചോദ്യം. ഞാൻ ഇത്രയും പറയാൻ കാരണം, എനിക്ക് ആദ്യം തുടങ്ങിയ ലക്ഷണങ്ങൾ ആദ്യം ഉണ്ടായത് ഇങ്ങനെ വേദനയും ഛർദിയും പനിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ മരുന്ന് കഴിഞ്ഞ പിന്നെ 2 പ്രാവശ്യം കാലിന്റെ മസിൽ വേദനയും തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ അത് വെള്ളം നല്ലോണം കുടിക്കാനും തലയിൽ ഒഴിക്കാനും പറഞ്ഞു, പച്ചവെള്ളം. നിങ്ങൾക്ക് ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര നാളായി? എനിക്കിപ്പോ ഏകദേശം 10-20 ദിവസമായി. അപ്പോൾ പരിശോധനകൾ എന്തെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്? എങ്ങനെ? എലിപ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ചെയ്തിരുന്നോ? ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ അങ്ങനത്തെ എലിപ്പനി ലക്ഷണമൊന്നുമില്ല, മഞ്ഞപ്പിത്തത്തിന്റെ ഇതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ എലിപ്പനിയെ പറ്റി നിങ്ങൾ ഭയക്കേണ്ടതില്ല. കാരണം ഇതിന് വന്നിട്ട് എലിപ്പനി സംശയം, അത് ഈ അസുഖത്തിന് ആദ്യ ലക്ഷണം തുടങ്ങിയാൽ തന്നെ ഒരു 4-5 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇതിന് രക്തത്തിൽ കാണാൻ കഴിയുക. തുടക്കത്തിലേ ഇത് കാണാൻ കഴിയില്ല. അതിന് പല നിങ്ങൾ പറഞ്ഞ പോലെ എലിസ റീഡർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം, ഇതിൻ്റെ ചില ടെസ്റ്റുകളുണ്ട്. അതായത് ആൻറ്റിബോഡി ടെസ്റ്റുകൾ, IgM,
ലെപ്റ്റോസ്പൈറ IgM, IgG. മഞ്ഞപ്പിത്തത്തിന്റെ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ മറ്റന്നാളൊന്നും കൂടി ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അന്നേരം അവര് പറഞ്ഞ ഇതെല്ലാം കൂടി ചെയ്തു തരില്ല? തീർച്ചയായിട്ടും അതും കൂടി ഇതും കൂടി നിങ്ങൾ പറയണം. കാരണം നമുക്ക് ഒരു സംശയത്തിന്റെ നിഴൽ നമ്മുടെ പക്കൽ വീഴാത്ത രീതിയിൽ നോക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പനിയില്ലല്ലോ? ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇന്നും കൂടി പോയിട്ട് മരുന്നെല്ലാം ഇതാക്കിയതാണ്. പച്ചമരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിന്റെ അളവ് എത്രയുണ്ട്? രക്തത്തില് ബിലിറൂബിൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ? ടെസ്റ്റ് ചെയ്തായിരുന്നു. എത്രയുണ്ട്? അത് 3.8 അങ്ങനെ. 3 എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മഞ്ഞപ്പിത്തമൊക്കെ വരുമ്പോൾ അത്രയും വരാറുണ്ട്. അത് വളരെ ഭയക്കേണ്ടതൊന്നുമില്ല, മഞ്ഞപ്പിത്തമാണ്. അപ്പൊ മഞ്ഞപ്പിത്തത്തിനുള്ള ചികിത്സ തേടുക. അതിപ്പോൾ നിങ്ങൾ ഏത് ചികിത്സയായാലും നിങ്ങളത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ വക്കൽ വേണം ചികിത്സ തേടാൻ. വളരെ എഡ്യൂക്കേഷണലി, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ സമീപിച്ച് ഏത് ചികിത്സയായാലും അത്തരത്തിലാണ് താങ്കൾ ചികിത്സ തേടേണ്ടത്. യെസ്, ഓക്കെ. വിളിച്ചതിന് നന്ദി. ഡോക്ടറെ പറയാമോ, നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് വലിയൊരു വിഷയമാണ് ഈ സമയത്ത്. വളരെ പെട്ടെന്നാണ് ഈ എലിപ്പനി എന്ന് പറഞ്ഞ ഒരു വന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ മഴയായിരുന്നു കാര്യമായി. പെട്ടെന്ന് എലിപ്പനി ഇങ്ങനെ ചാടി വരാൻ കാരണം എന്താണ്? അത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതായത് നമുക്ക് ഇപ്രാവശ്യം മഴ കൂടുതലാണ്. അതെ, അപ്പോൾ മഴ നീടുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ നല്ല മഴയോടുകൂടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ മഴ തുടങ്ങുകയും അത് ഇത്രയും മാസങ്ങൾ നീണ്ടു നിൽക്കുകയും ചെയ്തു. അപ്പോഴൊന്നും നമുക്ക് എലിപ്പനിയോ അല്ലെങ്കിൽ ഡെങ്കിപ്പനിയോ ചിക്കൻ ഗുനിയോ ഒന്നും പിടിപെട്ടില്ല. കാരണം ഈ എലിപ്പനിയുടെ ബാക്ടീരിയ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിനൊരു 27 ഡിഗ്രി സെന്റിഗ്രേഡ് താപനില വളരെ അനിവാര്യമാണ് അതിനെ ജീവിക്കാനും അത് വളർന്ന് വലുതാകാനും. വലുതല്ല, സൈസ് അല്ല, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ. സ്വാഭാവികമായിട്ട് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മഴ നന്നായി കനത്ത് പെയ്യുന്ന സമയത്ത് അതിന് ജീവിക്കാനാവില്ല, അന്തരീക്ഷത്തിൽ ജീവിക്കാനാവില്ല. അത് ഒരു 25 ഡിഗ്രി സെന്റിഗ്രേഡ് ഒക്കെ വന്നു കളയും. 25-27 താഴെ വന്നു കളയും. മഴയ സമയത്ത് നല്ല വേനൽക്കാലത്താണെങ്കിൽ അതൊന്ന് 27 എന്നുള്ള മാറി 35 അത്യാവശ്യം അപ്പോഴും പറ്റില്ല. അപ്പോഴും പറ്റില്ല. അത് 40 ഡിഗ്രി സെന്റിഗ്രേഡ് ഒക്കെ വരാറില്ലേ? ശരി. അപ്പൊ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന് പറ്റിയ ഒരു താപനില അനുയോജ്യം. അത് ഈ കാലാവസ്ഥ. ഒരു മിനിറ്റ്, നമുക്കൊരു കോൾ ഉണ്ട് തോന്നുന്നു, നമുക്ക് സംസാരിക്കാം. ഹലോ ഡോക്ടറെ, ഈ കിണറ്റില് എലി ചത്ത് വീഴുന്ന അപ്പൊ ആ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പടരുമോ? തീർച്ചയായിട്ടും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എലി ഏറ്റവും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജന്തുവാണ്. എലിയുടെ ഹൃദയം പിടിപ്പ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ 300 പ്രാവശ്യമാണ്. ആനയുടെ ഒക്കെ വളരെ കുറയും, 40-45. നമ്മുടെ മനുഷ്യരുടേത് 72 ആവറേജ്. അപ്പോൾ എലി വളരെ ആക്റ്റീവായിട്ടുള്ളത്. എലി വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഒരു പക്ഷേ അത് മൂത്രമായിരിക്കും ഒഴിക്കുക, അതിൻ്റെ ഒരു ഷോക്ക് കാരണം. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും എലിയുടെ മൂത്രത്തിൽ ഈ രോഗാണുക്കൾ ഉണ്ടെന്നാണ്. അല്ലാതെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എലികൾ എന്ന് പറയാൻ പറ്റില്ല. എലികളൊക്കെ ഇതിൻ്റെ ബാധകരാണ്. എലികൾ മാത്രമല്ല, വേറെ ഒരുപാട് കന്നുകാലികൾ കൊണ്ടൊക്കെ വരാമല്ലോ. അപ്പോൾ എലി വെള്ളത്തിൽ വീഴുമ്പോൾ തീർച്ചയായിട്ടും വന്നിട്ട് അത് മൂത്രം ഒഴിച്ചെന്ന് വരാം. അതിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ റിസർവോയറുകളിലും അതുപോലെ വെള്ളത്തിലും കിണറിലുമൊക്കെ 6 മാസം വരെ ഈ രോഗാണു ജീവിച്ചിരിക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ബ്ലീച്ചിങ് പൗഡർ ഇടുക. അങ്ങനെ അതിനെ വന്നിട്ട് അതിനുള്ള മറ്റുള്ള പ്രതിരോധ നടപടി വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അത് ബ്ലീച്ചിങ് പൗഡറാണ്. അതിന് നമ്മൾ വളരെ കാര്യമായിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. വെള്ളം ശുദ്ധീകരിക്കണം. ഓക്കെ, വിളിച്ചത് നന്ദി. ഓക്കെ.